ഹായ്, എല്ലാവർക്കും ശ്രീ സ്വീറ്റ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ്. വളരെ സ്വാദിഷ്ടമായ ബ്രെഡ് സാൻഡ്വിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് പച്ചമുളക് തീരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളിക്ക ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയൊന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ സവോള ചോപ്പ് ചെയ്തതും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് അതിലേക്ക് ഈ മിക്സ് തേച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് വെക്കണ്ട, എന്നാലും ഒരുവിധം ഇതൊന്ന് വൃത്തിയായിട്ട് വെച്ച് കൊടുക്കാം. എല്ലായിടവും തേച്ച് പറ്റിച്ചതിന് ശേഷം ഒരു ചീസിൻ്റെ സ്ലൈസ് അതിൻ്റെ മേളിൽ വെച്ചിട്ട് അടുത്ത പീസ് ബ്രെഡ് എടുത്ത് അതങ്ങ് കവർ ചെയ്യാം. ഒരു ബ്രെഡിൻ്റെ മേത്തായിട്ട് മിക്സ് തേച്ചിട്ട് അതിൻ്റെ മേളിൽ ചീസിൻ്റെ സ്ലൈസ് വെച്ച് അടുത്ത ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്യാം. അപ്പോൾ 2 സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ചെയ്യാം. ഒരു കല്ലിൽ ശകലം ബട്ടർ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് മുരിച്ചെടുക്കാം. ചീസ് മെൽറ്റായി വരുമ്പോഴത്തേനും ബ്രെഡ് ഒട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം. ചൂട് കൂടുതലായിട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് ചീസ് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ബട്ടർ പുരട്ടി മുരിച്ചെടുക്കാം. അതൊന്ന് അടച്ചു വെക്കാം. ചീസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് മിക്സിനകത്ത് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ. കൂടുതൽ ഇടണ്ട. ചീസിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നമുക്കൊന്ന് മുറിക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരിപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.